കണ്ണൂർ അഴീക്കോട് മണ്ഡലത്തിലെ ജനകീയ സ്ഥാനാർത്ഥിയാണ് കെ വി സുമേഷ്. ഇത്തവണ അദ്ദേഹത്തിന് കെട്ടിവെക്കാനുള്ള കാശ് നൽകിയത് പാപ്പിനിശ്ശേരി പുതിയതെരു ഭാഗത്തെ ഓട്ടോ തൊഴിലാളികളാണ്. അവരെന്തുകൊണ്ട് ഇത്തരത്തിൽ കെട്ടിവെക്കാനുള്ള തുക നൽകിയെന്ന് അവരോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം. ഇത്തവണ എന്തുകൊണ്ടാണ് കെ വി സുമേഷിന് നിങ്ങൾ കെട്ടിവെക്കാനുള്ള കാശ് നൽകിയത്? ഞങ്ങൾ പുതിയതെരുവുള്ള ഓട്ടോ തൊഴിലാളികളാണ്. ഞങ്ങളെ സംബന്ധിച്ചിട്ട് വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ വളവണ്ണ ഭാഗത്തേക്ക് ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ ഒരു 30 രൂപയുടെ ട്രിപ്പാണെങ്കിലും തിരിച്ച് വരാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ അരമണിക്കൂറോളം ബ്ലോക്കിൽ കുടുങ്ങി. വളവണ്ണ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ രീതിയിലുള്ള ബ്ലോക്കാണ്. ആ രീതിയിൽ കുടുങ്ങിയിട്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങൾ വരരുത്. പക്ഷേ ഇപ്പോൾ MLA അത് പറഞ്ഞതിൻ്റെ ഭാഗമായി MLA ഇടപെട്ടുകൊണ്ട് തന്നെ ആ ഒരു ഗതാഗത സൗകര്യം നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകേണ്ട വിധത്തിലാക്കിയിട്ടുണ്ട്. അവിടെ കൊണ്ടുവന്ന ഗതാഗത പരിഷ്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും ഞങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ഭാഗത്തേക്കും ട്രിപ്പ് പോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. പണ്ടൊക്കെ നമ്മളെ സ്റ്റാൻഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പറ്റില്ല എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവർമാരുണ്ട്. പക്ഷേ അതുപോലെ ഇപ്പോൾ മാറ്റി എഴുതിക്കൊണ്ട് എല്ലാവരും എല്ലാ സ്ഥലത്തേക്കും പോകുന്ന രീതിയിലേക്കാണ് മാറിയിട്ടുള്ളത്. മാത്രമല്ല ഒരുപാട് വികസന കാര്യങ്ങൾ അഴീക്കോട് മണ്ഡലത്തിൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളുടെ കൺമുന്നിലുള്ള കാഴ്ചയാണ്. അതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ ഞങ്ങൾ എത്തിയത്. കാരണം ഞങ്ങൾക്കിപ്പം പോകാൻ പറ്റുന്ന MLA ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത ഒരുപാട് റോഡുകളുണ്ട്. അതൊക്കെ MLA ഉപയോഗിച്ച് ചെയ്തതാണ് നമുക്കറിയാം. കടൽവാതിക്കലിൻ്റെ ആ ഭാഗത്തൊക്കെ പോകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ അവിടെ ഇപ്പം നല്ല വീതിയുണ്ട്. അതുപോലെ തന്നെ രാജാസ് ഹൈ സ്കൂൾ റോഡ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ MLA ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നാടിൻ്റെ വികസനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചെയ്യാൻ പറ്റുന്ന നമുക്ക് കാണിച്ചു തന്നൊരു MLA ആണ്. അദ്ദേഹത്തെ വിജയിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമായിട്ടാണ് ഞങ്ങൾ ഈ ദിവസത്തിൽ കാണുന്നത്. ഈ റോഡുകൾ നന്നായതോടുകൂടി, ഈ ട്രാഫിക് ഒഴിവായതോടുകൂടി വലിയ രീതിയിൽ ഇന്ധനലാഭം മറ്റ് ഉപയോഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവില്ല? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ധനലാഭം എന്ന് പറഞ്ഞാൽ മാത്രമല്ല, കാരണം കുറച്ചൊന്ന് ചുറ്റി വരേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ എങ്ങനെയായാലും ഒരു അരമണിക്കൂർ ബ്ലോക്കിൽ വിടുന്നതിനെക്കാട്ടി എത്രയോ ബുദ്ധിമുട്ടിനെക്കാട്ടി എത്രയോ എളുപ്പത്തിലാണ് ഇപ്പം ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അല്ലെങ്കിൽ ഒരുപാട് സമയം നമ്മൾ ആ ബ്ലോക്കിൽ നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പം വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് തിരിച്ചു വരണമെന്നൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും സുഖമായിട്ടുള്ള യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. എന്തായാലും ഒപ്പമുള്ള യാത്രക്കാർക്കും ആ ഒരു ഇതുണ്ട്. പലപ്പോഴും ഈ അവസരത്തിൽ പല യാത്രക്കാരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട്, ഇങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പോകാൻ വേണ്ടി പറ്റുന്നത്, അല്ലെങ്കിൽ ഒരുപാട് പ്രാവശ്യം നമ്മൾ നിന്നിട്ട് പോകേണ്ടുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ തികച്ചും MLA വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തം നമ്മൾ എല്ലാവരും കൂടി ഏറ്റെടുക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. 140 മണ്ഡലങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മികച്ച 5 MLA എടുത്ത് പരിശോധിച്ചാൽ അതിലൊരാളായിട്ട് കെ വി സുമേഷ് MLA അഴീക്കോട് MLA വരാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം അങ്ങനെ തന്നെയാണ്. ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്ക്.